അല്പസമയം മുൻപാണ് ദില്ലി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏതാണ്ടൊരു രൂപമൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചത് മധുര പ്രതികാരമാണ്. 2.5 പതിറ്റാണ്ടായി ഡൽഹി ഭരണം പിടിക്കുക എന്നത് BJPക്ക് ബാലികേറാമലയായിരുന്നു. വമ്പൻ വിജയം നേടി നരേന്ദ്രമോദിയും BJPയും 2014 മുതൽ രാജ്യം ഭരിക്കുകയാണെങ്കിലും തലസ്ഥാന ഭരണം BJPക്ക് അന്യമായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഹാട്രിക് വിജയം തടഞ്ഞാണ് BJP അധികാരത്തിലെത്തുന്നത്. ഡൽഹിയിൽ BJPയുടെ ഈ ആഘോഷത്തിന് 27 വർഷത്തെ കാത്തിരിപ്പുണ്ട്. കേന്ദ്രഭരണത്തിൽ BJPയുടെ സുവർണകാലത്തെല്ലാം മുഖം തിരിച്ചു നിന്ന ഡൽഹിയുടെ ചരിത്രം കൂടിയാണ് ഇപ്പോൾ മാറുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴും ഡൽഹി ഭരിച്ചത് പ്രതിപക്ഷം. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും സംസ്ഥാന ഭരണത്തിൽ ആം ആദ്മി പാർട്ടിക്കും വമ്പൻ ജയം നൽകുന്ന ഡൽഹി ജനതയുടെ വിധിനിർണയ രീതി ഇക്കുറി മാറി. രാജ്യത്തിന്റെ ഭരണം നേടിയിട്ടും മൂക്കിൻ കീഴിലെ ഡൽഹി ഭരണം പിടിക്കാനാകാത്തത് BJPക്ക് നാണക്കേടായിരുന്നു. രാഷ്ട്രപതി ഭവനും പാർലമെന്റും എല്ലാം ഉൾക്കൊള്ളുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ പോലും വിജയിച്ചത് മോദിയെ വെല്ലുവിളിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ. അഴിമതി വിരുദ്ധ മുഖമായി മാറി രാഷ്ട്രീയത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളും BJPക്ക് അനുകൂലമായി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം ജയിലിലായപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാശേഷി ദുർബലമായി. കേന്ദ്രഭരണത്തിന്റെ കരുത്തിൽ ഡൽഹി സർക്കാരിനെ BJP ഇല്ലാതാക്കുന്നു എന്ന ആം ആദ്മി പാർട്ടിയുടെ സഹതാപ പ്രചാരണവും ഏശിയില്ല. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവും ഡൽഹി ജനതയെ സ്വാധീനിച്ചു. മധ്യവർഗത്തെ ചേർത്ത് നിർത്തുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഈ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ഡൽഹിയിൽ പ്രതിഫലിച്ചു. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ തിരിച്ചടി നേരിട്ടപ്പോഴും ഡൽഹിയിലെ 7 മണ്ഡലങ്ങളും BJPക്കൊപ്പം നിന്നു. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം കൈവിടില്ല എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. മോദി തരംഗത്തിലും ഡൽഹിയിൽ കാലിടറിയ BJP 2.5 പതിറ്റാണ്ടിനു ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ്. വിനീത VG 24 ഡൽഹി.